ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് ഗിൻഡി സ്നേക്ക് പാർക്കിൻ്റെ പാർട്ട് വീഡിയോ ആണ് ചെയ്യാൻ പോണത്. ആദ്യത്തെ പാർട്ട് എല്ലാവരും കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടി ആദ്യത്തെ പാർട്ടിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാട്ടോ. സ്നേക്ക് പാർക്കിൻ്റെ അകത്ത് ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്റർ ആണ് പാർട്ട് 1 വീഡിയോയിൽ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയിൽ ഞങ്ങൾ ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്ററിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത്. ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്ററിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാട്ടോ നമുക്ക് ജീവനുള്ള പാമ്പുകളെ കാണാൻ പറ്റണത്. ആദ്യം കണ്ടത് ഇതെന്താണെന്ന് നോക്കാം. ഇവിടെ ഇപ്പം എന്താണാവോ? ദേ ആ മൂലയ്ക്കൊരു പാമ്പ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അഴക് പാമ്പ് എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിനിപ്പോൾ എന്താണാവോ മലയാളത്തിൽ? സുന്ദരി പാമ്പോ? അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതാട്ടോ സുന്ദരി പാമ്പ്. ഇനി സൗത്ത് ഏഷ്യൻ മലമ്പാമ്പ് ദേ കിടക്കണം. ഇത് വായിക്കാൻ പറ്റണില്ല ഗൈസ്. മണ്ണുളിപ്പാമ്പോ? ഇതിനകത്തൊന്നും കാണുന്നില്ല കേട്ടോ. ഇത് വേറൊരു മണ്ണുളിപ്പാമ്പ്. ഇതിനകത്ത് ആരെയും കാണുന്നില്ലല്ലോ. അടുത്ത മണ്ണുളിപ്പാമ്പ് ഇവിടെ ദേ അങ്ങ് അറ്റത്ത് കിടപ്പുണ്ട്. ഇത് ക്യാമറയിൽ കാണാൻ ഇത്തിരി പാടാട്ടോ. ഇവിടെ മണ്ണിലൊരു നൂല് പോലെ കിടക്കണ കണ്ടോ? അതാട്ടോ പാമ്പ്. മണ്ണുള്ളിപ്പാമ്പുകൾക്ക് മലയാളത്തിൽ എന്താ പറയണേന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇവിടെ ആ കമ്പിന് മീതെ ചുരുണ്ട് കിടക്കണ പാമ്പിനെ കണ്ടോ? വീണ്ടും വീണ്ടും മണ്ണുള്ളിപ്പാമ്പ്. ഈ മണ്ണുള്ളിപ്പാമ്പുകളെ കണ്ടുപിടിക്കുന്നത് തന്നെ ഒരു വലിയ ടാസ്ക് ആട്ടോ. ദേ കിടക്കണം അങ്ങറ്റത്ത്. പച്ചിലപ്പാമ്പാണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത്. അയ്യോ, ഇത് ക്യാമറ കിട്ടൂല. ഇതിപ്പോ എങ്ങനെ കാണാനാ? നേരിട്ട് തന്നെ മുങ്ങി തപ്പിയാലാ കാണാൻ പറ്റണം. ഇത് കാണാൻ പറ്റണ്ടോ? അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തൂങ്ങി കിടപ്പുണ്ട്. ഇവിടെ ചീങ്കണ്ണി കിടപ്പുണ്ട്. ഞാൻ കുറച്ചുകൂടി ക്ലിയർ ഉള്ള ഒരു ആംഗിൾ നോക്കട്ടെ. ഇത് വെള്ളത്തിന് അടിയിലുണ്ട് കേട്ടോ ഒരെണ്ണം. ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഇവിടെ കടയിൽ കുറേ എണ്ണം കിടപ്പുണ്ട്. എന്താ അവിടെ ഒരു കരയില് കുറെ ആമകളും അതിന്റെ നടുക്ക് ഒരെണ്ണത്തിനെ കണ്ടില്ലേ? ആ ചീങ്കണ്ണി. പക്ഷെ അതിന്റെ വായി ഇങ്ങനെയല്ലേ? ദേ വെള്ളത്തിലൊരു മുതല. അത് പക്ഷെ എടുക്കാൻ പറ്റില്ല. ദേ വെള്ളത്തിലൊരു മുതല. ഇവിടെ ഒരാൾ ഉച്ചമയക്കത്തിലാട്ടോ. അല്ല അപ്പുറം കുറച്ച് വെള്ളത്തിലേക്ക് നോക്ക് ഗൈസ്, മുതലക്കുട്ടൻ. മുതലയുടെ ഫുഡ് അടിച്ചു മാറ്റണ കാക്കേ. അപ്പുറത്തെ കുളത്തിൽ നോക്കിയാൽ ഇതൊന്നും അറിയാണ്ട് ഒരു മുതല നീന്തി കുളിക്കണത് കാണാം. ഇപ്പൊ ഫുഡൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് ആരറിയണം. കുളി കഴിഞ്ഞ് വരുമ്പോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് ഉറങ്ങിപ്പോയിന്ന് തോന്നുന്നു. ഇവിടെ ഒന്നും കാണണില്ലല്ലോ.
ദേ ഒരെണ്ണം മേലെ നിൽക്കുന്നു. പുള്ളി എസ്കേപ്പ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണെന്ന് തോന്നുന്നു. റൂസിലിട്ട് കടിക്കുന്നുണ്ട്. ദേടാ താഴെ ഒരു വമ്പം പാമ്പ്. ഈ സൈഡിലുണ്ട് കേട്ടോ ഒരെണ്ണം. കാണാൻ പറ്റുമോ? ഇത് ഇഗ്വാന ഗാർഡൻ ആണ് കേട്ടോ. അഡീഷണൽ 10 രൂപ ഒരാൾക്ക് വെച്ച് കൊടുത്താൽ മാത്രം ഈ ഗാർഡനിൽ കയറാൻ പറ്റുള്ളൂ. ഇത് ജീവനുള്ള ഇഗ്വാനയാണ്, അനങ്ങാതെ നിൽക്കണമെന്നേ ഉള്ളൂ. അതിനൊക്കെ തൊടണമെങ്കിൽ തൊട്ട് എനിക്ക് അർപ്പണം. ഇതെല്ലാരും തൊടണുണ്ട്. ദേ തല അനക്കണ വേണ്ട. മുകളിലൊരു കിളി. ഇയാള് തല അനക്കിയായിരുന്നു. കണ്ട കണ്ട. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും അടുത്ത മലമ്പാമ്പിനെ കാണാൻ പോവുക. ഇനി ചേര. ചേര നമ്മുടെ അവിടെയൊക്കെ മുറ്റത്ത് വലിഞ്ഞു കയറി വരണ പാമ്പാണ് കേട്ടോ. ദേ കിടക്കണം. എന്തൊക്കെ അടിച്ചു വലിക്കുകയാണല്ലോ. ദേ നിക്കണ ഒരാള്. വീണ്ടും വീണ്ടും ഇഗ്വാന. ഇനി അങ്ങോട്ട് കുറച്ച് ദൂരത്തേക്ക് ആമകളാണ് കേട്ടോ. ഇത് വേറൊരാമ. വെള്ളത്തിൽ കിടക്കുന്നോണ്ട് ശരിക്കും അങ്ങ് കാണാൻ പറ്റണില്ല. ഇവിടെയും വെള്ളത്തിൽ തന്നെയാണ്. വിഷം ഉള്ള നാഗം. ഉള്ളന്നല്ല തേരുന്നത്. ഉമിഴം. അറ്റത്ത് കിടപ്പുണ്ട് കേട്ടോ. ഇത് വെള്ളിക്കെട്ടനാണേ. കുടത്തിനകത്ത് ഒളിച്ചിരിക്കുക. വിഷപ്പാമ്പ് ദേ കിടക്കണം.
കോബ്ര. വെളിച്ചമില്ലാത്തടത്ത് പോയി കിടക്കുക. അങ്ങ് അറ്റത്ത് കൊണ്ടുവരണം. ഇവിടെ ഇവര് പൂജയൊക്കെ ചെയ്യണ്ടെന്ന് തോന്നുന്നു. ഇത് ഈ സ്നേക്ക് പാർക്കിന്റെ ഉള്ളിൽ തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.